ഇന്ന് പൊന്നുവിൻ്റെ വീട്ടിലേക്ക് പോക്കാണ്. നമ്മളവിടെയൊക്കെ 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ 60, 90 ഇടയ്ക്ക് ഒന്ന് വീട്ടിൽ പോയിട്ട് വരും. ആ ഒരു ചടങ്ങിനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇവിടെ അടുത്തായതിനെ കൊണ്ട് തന്നെ നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. വയലെത്തിയ പിശാനെ കണ്ടപ്പോൾ ആ ഒരു 5 കിലോൻ്റെ കവർ ഞാൻ ഓനക്ക് അങ്ങോട്ട് കൊടുത്ത് ഞാൻ നല്ല സ്മൂത്തായിട്ട് നടന്നു പോയി. പൊന്നുവിൻ്റെ വീടും നമ്മളെ വീടും തമ്മിൽ ആകെ കുറച്ച് വ്യത്യാസമുള്ളൂ, 2 അടി നടക്കുന്ന കാര്യം. അവിടെ എത്തിയപ്പോൾ ഉമ്മി ഷെഹലിയൊക്കെ അവിടെ ഓൾറെഡി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ കുട്ടികളെ നോക്കലായിരുന്നു. അങ്ങനെ ഇന്ന് 40 കഴിഞ്ഞ് പോയതിൻ്റെ സ്പെഷ്യലായിട്ടുണ്ട് നല്ലൊരു അടിപൊളി ചെറുപയർ പായസം ഉണ്ടായിരുന്നു. കുറേ കാലത്തിനടുക്കാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു പായസം കുടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവർ ചോറും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി. അവർക്ക് പിന്നെ അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേക തരം ഗൗരവം, നമ്മളൊന്നും പറ്റൂടാത്ത പോലെ. പിന്നെ ചോറ് കുത്തലായി. വൈതാത്തക്കും ആബിതാത്തക്കൊക്കെ ഇന്ന വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരിതായിരുന്നു. കാരണം ഞാൻ വീഡിയോ എടുക്കണവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഓരോ ആഗ്രഹപ്രകാരം അതുപോലെ എനിക്ക് കണ്ടന്റിന് വേണ്ടി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ ഹെയർ സ്റ്റൈൽ നല്ല രസമുണ്ട് പറയാൻ വന്നേനു. അപ്പോഴത്തെ സംഭവം തീർന്ന്. എന്തായാലും കുഴപ്പമില്ല. ഈ കുറച്ച് ദിവസമായിട്ട് പൊന്നിങ്ങനെ പണിയെടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോൾ അതും കണ്ട്. അങ്ങനെ നമ്മൾ നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചൊക്കെ കൂട്ടി നല്ലതായിട്ട് തിന്ന്. ഇത് എൻ്റെ വീട്ടിലത്തെ ഡോഗാണ് കേട്ടോ. കണ്ടെത്തുന്ന എല്ല് മാത്രം പറ്റുള്ളൂ ഈ കുട്ടിക്ക്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്ന് അതൊക്കെ തിന്ന്. ഈ വത്തൊക്കെ തിന്നിട്ടാണ് ഈ ആൾ സൂപ്പർ എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ആൻറ്റി നമുക്കൊരു സെൽഫി എടുത്താലോ ചോദിച്ചു. അത് കഴിഞ്ഞ് മക്കൾ പിന്നെ അതാ കളിക്കിന്. നേരത്തെ ഒരു ഉടുപ്പുണ്ടായിന്, ഇപ്പോൾ ആ ഉടുപ്പും പോയി. ഇത് തലകുത്തിപ്പോൾ നിലത്ത് വീണ നല്ല രസമാണ്. പക്ഷെ വീവില്ല, അവൾക്ക് പ്രത്യേക തരം കഴിവുണ്ട്. എന്തായാലും മാച്ചലും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ അടുത്ത സ്റ്റേഷനിലോട്ട് പോവാം. ഇപ്പം അടുപ്പിച്ചിട്ടുള്ള പ്രസവം ആയതുകൊണ്ട് ഓരോ സ്റ്റേഷൻ മാറി മാറി പോകേണ്ടി വരാം. അങ്ങനെ നമ്മൾ ഐഷുമാനെ കാണാൻ പോവാം.